ബറാഅത്തിന്റെ രാവ് വരാൻ പോകുന്നു. ഓ ഉമ്മമാരെ, ആ ബറാഅത്തിന്റെ രാവായാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖൂമൂ ലൈലഹാ വസൂമൂ യൗമഹാ. അന്ന് രാത്രി നിങ്ങൾ ധാരാളം നിസ്കരിക്കൂ, പകല് നിങ്ങൾ നോമ്പ് നോൽക്കൂ. അന്നത്തെ രാവിലെ അല്ലാഹു തആല അടിമകളെ വിളിച്ചിട്ട് ആവശ്യപ്പെടുകയാണ്, അലാമിൻ മുസ്തർസിഖീൻ, എന്നോട് റിസ്ക് ആവശ്യപ്പെടുന്നവനുണ്ടോ? ഞാൻ അവന് റിസ്ക് നൽകാൻ തയ്യാറാണ്. എന്നോട് പൊറുക്കലിന് ചോദിക്കുന്നവനുണ്ടോ? അലാമിൻ മുസ്തഗ്ഫിറിൻ, മാപ്പ് ചോദിക്കുന്നവനുണ്ടോ? മാപ്പ് നൽകാൻ ഞാൻ റെഡിയാണ്. ഇതുപോലെ എന്നോട് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ദുആ ചെയ്യാൻ ഉള്ളവനുണ്ടോ? അവന്റെ പ്രയാസം നീക്കിത്തരാൻ ഞാൻ റെഡിയാണ്. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു ബറാഅത്തിന്റെ രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല. ആ രാവിൽ നന്നായി ദുആ ചെയ്യാൻ സമയം കണ്ടെത്തണോ? പതിവ് പോലെ 3 യാസീൻ ഓതുന്ന സ്വഭാവം മഗ്രിബിന് ശേഷം അതേ 3 യാസീൻ ഓതണം, സൂറത്തു ദുഖാൻ ഓതണം. എന്നിട്ടോ റബ്ബിനോട് ദുആ ചെയ്യണം. കാരണം ആ രാവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? അതേ മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞില്ലേ, ഫീഹാ യുഫറഖു കുല്ലു അംറിൻ ഹകീം. ഓ ചെറുപ്പക്കാരാ, എന്നും രാത്രി നീ ടെറഫിൽ പോയി കളിക്കുന്നവനാണല്ലോ, ആ ബറാഅത്തിന്റെ രാവിലെങ്കിലും ടെറഫിലെ കളി ഒന്ന് നിർത്തണം മോനെ. ഓ വാല് കേൾക്കുന്ന പെങ്ങള്, എന്നും കൈവെള്ളയിലെ മൊബൈൽ നോക്കിയിട്ട് കിടക്കുകയല്ലേ? ബറാഅത്തിന്റെ രാവിലെങ്കിലും മൊബൈൽ ഒന്ന് മാറ്റി വെക്കണം മോള്. കാരണം ബറാഅത്തിന്റെ രാവ് അതേ 1 വർഷത്തേക്കുള്ള നിന്റെ അവധി നിശ്ചയിക്കുന്ന രാവാണ്. നിന്റെ റിസ്ക് തീരുമാനിക്കപ്പെടുന്ന രാവാണ്. നിനക്ക് ആരോഗ്യം വേണോ രോഗം വേണോ തീരുമാനിക്കപ്പെടുന്ന രാവാണ്. അടുത്ത വർഷത്തിനിടയിൽ നീ മരിക്കണോ അല്ല അടുത്ത വർഷം വരെ ജീവിച്ചിരിക്കണോ തീരുമാനിക്കപ്പെടുന്ന രാവാണ്. അപ്പൊ പിന്നെ ലൈലത്തുൽ ഖദ്റിലാണോ ബറാഅത്തിന്റെ രാവിലാണോ? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ബറാഅത്തിന്റെ രാവിൽ തുടങ്ങും. ഇതെല്ലാം കണക്ക് എഴുതാൻ തുടങ്ങും. ആ തുടങ്ങിയിട്ടത് പൂർത്തിയായിട്ട് പിന്നീട് അത് മലക്കുകളെ ഏൽപ്പിക്കുന്നത് അത് ലൈലത്തുൽ ഖദ്റിലാണ്. അപ്പൊ 2 രാവിനും അതിൻ്റെതായ വിശേഷണങ്ങളുണ്ട്. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ ഏകോപിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത്രയെല്ലാം മഹത്വമുള്ള രാവിൽ പോലും അല്ലാഹ് ചില വിഭാഗം ആളുകളെ തീരെ പരിഗണിക്കുകയില്ല. ഞാനും നിങ്ങളും നന്നായി ഭയക്കേണ്ടതാണ്. ബറാഅത്തിനോട് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഞാനും നിങ്ങളും ഉള്ളത് കേട്ടോ. ചില വിഭാഗം ആളുകളിലേക്ക് അല്ലാഹു അന്ന് തീരെ നോക്കുകയില്ല. അതേ കൽബ് ഗോത്രത്തിലെ ആട്ടിൻ രോമങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ടുള്ള ആളുകളെ ബറാഅത്തിന്റെ രാവിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത്രയും നല്ല മഹത്വമേറിയ രാവിൽ പോലും അല്ലാഹു തആല ചില ആളുകളിലേക്ക് തീരെ നോക്കുകയില്ല. അവരാരാണ്? മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ചവനുണ്ടോ? കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ? അതുപോലെയുള്ളവരിലേക്ക് അല്ലാഹു തആല അന്നും അവരിലേക്ക് നോക്കില്ല. അതുകൊണ്ട് ബറാഅത്തിന്റെ മുന്നോടിയായി എല്ലാ മക്കളോട് ഞാൻ പറയാണ്, ഓ ജീവിതത്തിൽ സ്വല്പമെങ്കിലും ഉമ്മാനോട് പിണങ്ങിയവരുണ്ടാകും, ബാപ്പാനോട് പിണങ്ങിയവരുണ്ടാകും. ഉമ്മാനെ വേദനിപ്പിക്കണോന്നല്ല, ബാപ്പാനെ വേദനിപ്പിക്കണോന്നല്ല. ചിലപ്പോ ടെൻഷനായ സമയത്ത് ഉമ്മാനോട് ഒന്ന് ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചിട്ടുണ്ടാകും, ബാപ്പാക്കൊരു കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടാകും. അത് ഉമ്മാനോടുള്ള ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, ബാപ്പാനോടുള്ള ബഹുമാനമില്ലാഞ്ഞിട്ടല്ല. ചിലപ്പോ ടെൻഷൻ അങ്ങ് കൂടിയപ്പോൾ അതേ ഒച്ച വെച്ചിട്ട് ഉമ്മാനോട് ബഹളം വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. ബാപ്പാക്കൊരു കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാ മക്കളോടും ഞാൻ പറയാണ്,
ബറാഅത്ത് വരാൻ പോവാണ്. ഈ വരുന്ന 2-ാം തീയതി പകൽ കഴിഞ്ഞിട്ടുള്ള രാത്രി. അതിനു മുമ്പ് തന്നെ ഉമ്മാന്റെ കൈ പിടിക്കണേ, ഉമ്മാനെ അടുത്തിരുത്തണോ. എന്റെ പെങ്ങന്മാരെ കേൾക്കുന്നുണ്ടല്ലോ, എന്റെ വാല കേൾക്കുന്ന പെങ്ങന്മാരോട് പറയട്ടെ, പലപ്പോഴും നീ കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോ നിന്റെ തലയൊന്ന് ശരിക്കും മറക്കാൻ വേണ്ടി ചിലപ്പോ ഉമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും. അത് നിനക്ക് കിരികിരിയായിട്ട് തോന്നിയിട്ടുണ്ടാകും. അപ്പൊ നീ ചിലപ്പോ ഒരു വാക്ക് ഉമ്മാക്ക് പറഞ്ഞിട്ടുണ്ടാകും. എന്താണ് ഈ ഉമ്മ വല്ലാത്തൊരു കിരികിരിയല്ലേ, ഈ ഉമ്മ ഉണ്ടായത് കൊണ്ട് ഞാനങ്ങ് കുടുങ്ങിപ്പോയി എന്ന വാക്ക് പോലും ചിലപ്പോൾ ടെൻഷനായിട്ട് നീ പറഞ്ഞിട്ടുണ്ടാകും. അത് ഉമ്മാന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ബാപ്പ നിന്നോടൊരു നല്ലത് പറഞ്ഞപ്പോൾ ആ ബാപ്പാന്റെ മനസ്സ് വേദനിക്കണ വിധത്തിൽ എന്തെങ്കിലും നീ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടാകും. അത് ബാപ്പാനോടുള്ള ബഹുമാനമില്ലാഞ്ഞിട്ടല്ല മോള്, ഉമ്മാനോടുള്ള സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഖറാഅത്തിന്റെ മുമ്പായിട്ട് ബാപ്പാനെ ഉമ്മാനെ നിങ്ങൾ അടുത്തിരുത്തണം. വീട്ടിലുള്ള മക്കളെല്ലാരും അടുത്തിരുത്തണം. ആ ഉമ്മാനോട് പൊറുക്കലിന് ചോദിക്കണം, ബാപ്പാനോട് പൊറുക്കലിന് ചോദിക്കണം. അതിന് ബറാഅത്തിന്റെ രാവ് ഉദിക്കാൻ നീട്ടിവെക്കണ്ട, നന്നായി ഉണരണം. കുടുംബ ബന്ധം കുടുംബത്തോട് പിണങ്ങിയവരാണോ ഒന്ന് പോയി യോജിപ്പിലാകണം. ഞാനിത് വെറുതെ പറയുകയല്ല. അങ്ങനെ നല്ലവരായി ജീവിച്ച് ഈ വരാൻ പോകുന്ന വിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ ഒരുങ്ങണേ.